എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് പാസ്തയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കടായി വെച്ചിട്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ബട്ടർ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്തിരി ഓയിലാണ് ഉപയോഗിച്ചത്. ആദ്യം വെളുത്തുള്ളിയാണ് ഇട്ട് വഴറ്റേണ്ടത്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് സവാള ചേർക്കേണ്ടത്. ഞാനതങ്ങ് വിട്ടുപോയി. സവാള ഇട്ടതിന് ശേഷം പിന്നെ വെളുത്തുള്ളി അവിടെ ഇരിക്കുന്നത് ഓർത്തതേ. അപ്പോൾ അതെല്ലാം ഒന്ന് വറുത്ത് നമ്മളൊന്ന് വഴറ്റി കോരിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. നമ്മൾ എത്രയും മൈദ ചേർക്കുന്നോ അത്രയും ബട്ടർ ചേർക്കണം. ഞാനൊരു 4-4.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തു. അതനുസരിച്ച് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തീ ഏറ്റവും കുറച്ച് വെച്ചേക്കുക. നന്നായി അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിന് കളറൊക്കെ ഒന്ന് മാറും. മൈദയൊക്കെ ഒന്ന് വേവണമല്ലേ. അപ്പം ഞാനിതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോ പാസ്തയുടെ അളവാണ് പറയുന്നത്. അതുപോലെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ആ പാല് കുറേച്ച് ഒഴിച്ച് അതിൻ്റെ കട്ടയൊന്നും അതൊന്ന് നന്നായി ഒരു ക്രീമി പരുവത്തിൽ നമുക്ക് കിട്ടും. ആ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും കുറച്ച് ഒറിഗാനോയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ചേർക്കുന്നുണ്ട്. ഒരു കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചീസ് കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ തീയിൽ ഒരു ഇച്ചിരി നേരം കൂടെ അവിടെ കിടക്കട്ടെ. അതെല്ലാം ഇച്ചിരി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അപ്പം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഈ പിള്ളേർക്ക് ഇത് കണ്ടാൽ തുള്ളിച്ചാടും. എനിക്കാണെങ്കിൽ അത്ര ഇഷ്ടമല്ല, പക്ഷേ ടേസ്റ്റ് നല്ല ബട്ടറും പാലൊക്കെ ചേരുമ്പോൾ. അതിനുശേഷം ഞാൻ പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു, കുടിക്കാൻ വെള്ളം വെച്ചു. പിന്നെ ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇച്ചിരി സവാള ഈ ടൊമാറ്റോയൊക്കെ ഇത്തിരി കൂടുതൽ അരിഞ്ഞിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പം ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് ഈ സവാള ഇട്ട് ആവശ്യത്തിനുള്ള ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. മുക്കാലും വാടി വന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇച്ചിരി ഞാൻ അടച്ച് കൊടുത്ത് ടൊമാറ്റോ എല്ലാം വഴന്ന് വന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ആ മസാലയ്ക്ക് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ദാണ്ടെ ഇതിൽ നിന്ന് കുറച്ച് മസാല ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ഇപ്പം ജോലിയൊക്കെ പോകുന്നവർക്കാണെങ്കിൽ രാവിലെ എങ്ങനെ ഒരു കിഴങ്ങ് കറിയോ കടലക്കറിയോ ഒക്കെ വെക്കണമെങ്കിൽ സവാളയൊന്നും വഴറ്റി സമയം കളയണ്ടല്ലേ. ഇതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് ചേർത്താൽ പോരെ. അഥവാ തേങ്ങ അരച്ച് ചേർക്കണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മീൻ കറിയും കൂടെ വെക്കുന്നുണ്ടായിരുന്നു. മീനൊക്കെ വെട്ടിയെടുത്തായിരുന്നു. പിന്നീട് ഒരു രസം കൂടെ വെച്ചിട്ടുണ്ട്. രസത്തിന് ഇപ്പം ലാസ്റ്റിൽ കടുകൂടൊക്കെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറി ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് ആൾക്കാർക്ക് കൊടുത്തു. ബാക്കി ഇതാണ്ട് ഇപ്പോൾ തണുത്തുടനെ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ വറ്റി വന്നായിരുന്നു. അത് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടേ.